ദേശീയപാതാ വികസനത്തിന് ആലപ്പുഴ ജില്ലയിൽ ഏറ്റെടുത്ത ദേവസ്വം ക്ഷേത്ര ഭൂമിയുടെ വില കൈപ്പറ്റിയത് സംസ്ഥാന സർക്കാർ. ഭൂമി വില സംസ്ഥാന സർക്കാരിനും കെട്ടിടത്തിന്റെ വില ദേവസ്വം ബോർഡിനും നൽകുകയായിരുന്നു. ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 17 ക്ഷേത്രങ്ങളുടെ ഭൂമിയും കെട്ടിടങ്ങളുമാണ് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്തത്. 27.01 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഇതുവരെ അനുവദിച്ചത്. ബോർഡിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ വില സംസ്ഥാന സർക്കാർ തട്ടിയെടുത്തു എന്ന് വ്യക്തമാക്കുന്നതാണ് ദേശീയപാത ലാൻഡ് അക്വിസിഷൻ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി. അരൂർ മുതൽ ഓച്ചിറ വരെയുള്ള 17 ക്ഷേത്രങ്ങളുടെ ഭൂമിയും കെട്ടിടവുമാണ് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്തത്. 27.01 കോടി രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചതിൽ പൊളിച്ച ക്ഷേത്രങ്ങളുടെയും മതിലുകളുടെയും പുനർനിർമ്മാണത്തിനെന്ന രീതിയിൽ ഒരു ഭാഗം മാത്രമാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇതിലൂടെ ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ അവകാശം സർക്കാരിൻ്റെതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം കൂടിയാണ് നടന്നിട്ടുള്ളത്. ക്ഷേത്രങ്ങൾക്ക് താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നതിനും പുനഃപ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്നതിനും പ്രത്യേകമായി തുക അനുവദിച്ചിട്ടില്ലെന്നും ദേശീയപാത ലാൻഡ് അക്വിസിഷൻ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയലിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഇതേസമയം ഇത്രയേറെ പണം ലഭിച്ചിട്ടും ക്ഷേത്രങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പോലും പണം ദേവസ്വം ബോർഡും അനുവദിച്ചിട്ടില്ല. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.